ശ്രീജിത്ത് രവി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൗത്ത് ഇന്ത്യയിൽ പല റോളുകളിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടറാണ്. വെൽക്കം ശ്രീജിത്ത്. നമ്മളിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലിവർ ഇലാസ്റ്റോഗ്രാഫിയെ പറ്റിയിട്ടാണ്. ആക്ച്വലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രിവെൻറ്റീവ് റേഡിയോളജി. അതായത് നമ്മളൊരു അസുഖം വരുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കുകയാണെന്ന് എന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത്. അതാണല്ലോ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കൺസെപ്റ്റ്. ലിവർ ഡിസീസസ് വളരെ കോമൺ ആയി വരുന്ന ഒരു കാലഘട്ടമാണിത്. പണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപാനം കൊണ്ടുള്ള ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഏറ്റവും അധികം കോമൺ ആയിരുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ പലർക്കും കണ്ടിട്ടുണ്ടാകും, ഫാറ്റി ലിവർ ഡിസീസാണ് പുതിയ വില്ലനായിട്ട് വന്നിട്ടുള്ള. അത് ആൽക്കഹോൾ ബേസ്ഡ് ആണോ നോൺ ആൽക്കഹോളിക് ആയിട്ടാണോ? അത് പറയുന്നത് തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ആണെന്നാണ്. അതായത് അപ്പോൾ ലിവർ ഡിസീസ് വരുന്നത് ഈ ആൽക്കഹോൾ കൊണ്ട് മാത്രമല്ല, ലിവറിന് ടോക്സിക് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഫാറ്റാണ്. അത് ബേസിക്കലി വന്നിരിക്കുന്നത് നമ്മുടെ ഡയറ്റിലുള്ള ചേഞ്ചസ് കൊണ്ടാണ്. പണ്ടുണ്ടായിരുന്ന പോലെ പിന്നെ അധ്വാനം ഇല്ല, കായികാധ്വാനം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഓർഗൻ ലിവറാണ്. അപ്പോൾ ലിവർ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നു. ലിവറിന് അത് പറ്റാതാവുമ്പോൾ അപ്പം അതിന് ലിവർ അതിലടിഞ്ഞു കൂടുന്നു. അതാണ് ഫാറ്റി ലിവർ. അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതാണ് ലിവറിൽ ഇൻഫ്ലമേഷൻ വരും. സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. ഫാറ്റ് ഇൻഫ്ലമേഷൻ വരുന്നതാണ്. അതിൻ്റെ പ്രോഗ്രസ് ചെയ്യുന്നതാണ് ഫൈബ്രോസിസ്. അതായത് ചുരുങ്ങാൻ തുടങ്ങും. അതിൽ ലിവറിൽ ഫൈബ്രോസ് വന്നിട്ട് അതിൻ്റെ അൾട്ടിമേറ്റ് സ്റ്റേജാണ് സിറോസിസ്. അതിൻ്റെ കോംപ്ലിക്കേഷൻസും വരുന്നത്. സിറോസിസ് നമുക്കറിയാം, ലിവറിൻ്റെ ഒരു 90% ഫങ്ഷൻ പോയി കഴിയുമ്പോഴേ അറിയുള്ളൂ. ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ലിവർ ഡിസീസ് അറ്റ് ദ ഏർലിയസ്റ്റ് സ്റ്റേജ്. അപ്പോൾ നമ്മൾ ഏർലി സ്റ്റേജിൽ ഫൈബ്രോസിസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ സ്റ്റേജ്. അപ്പോൾ നമ്മളത് സിറോസിസ് എത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. The only options are liver transplantation, അതല്ലെങ്കിൽ ബാക്കി പാലിയേറ്റീവ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു വലിയ സ്പെക്ട്രമാണത്. ഇപ്പം വളരെ ഒരു എപ്പിഡമിക് പോലെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുന്ന സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ലിവർ ഇലാസ്റ്റോഗ്രാഫി. എഞ്ചിനീയറാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ പറയാം. നമ്മൾ ഇലാസ്റ്റിസിറ്റി നോക്കുക. അതായത് നമ്മൾ ഈ റബ്ബർ ബന്ധൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ആയിരിക്കും. അത് കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിട്ടിലാവില്ലേ? ബ്രിട്ടിലാവുമ്പോൾ അത് ഇലാസ്റ്റിസിറ്റി കുറയും. അതായത് നമ്മൾ ഈ യങ്സ് മോഡുലസ് അത് വ്യത്യാസം വരുന്നതാണ്. അതേ തന്നെയാണ് ലിവറിൽ ഉണ്ടാവുന്നത്. ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നത് നമുക്കത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. അൾട്രാസൗണ്ട് 2D ഷിയർ വേവ് ഇലാസ്റ്റോഗ്രാഫി എന്ന് പറയാം. അതായത് അൾട്രാസൗണ്ട് വേവ്സ് വെച്ചിട്ടൊരു എനർജി അത് ലിവറിലേക്ക് കടത്തി വിടുന്നു. അപ്പോൾ അതിൽ ആ ലിവറിലൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെന്റ് മൈക്രോ ലെവലിലാണ് ഉണ്ടാവുക. അപ്പോൾ അതൊരു ഷിയർ വേവ് ആയിട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും. അത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഷിയർ വേവിന്റെ വ്യത്യാസങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ലിവർ സ്റ്റിഫ്നെസ് ആണ് നമ്മൾ. അപ്പൊ അതിന് ഒരു 4 ഗ്രേഡായിട്ട് തരംതിരിക്കും. അതിൽ ആദ്യത്തെ 2 സ്റ്റേജ് നമുക്ക് റിവേഴ്സിബിൾ ആയിട്ടുള്ള സ്റ്റേജസ് ആണ്. അപ്പൊ ആ സ്റ്റേജിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. പിന്നെ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഫൈബ്രോസ്കാനിനെ അപേക്ഷിച്ചിട്ട് ഫൈബ്രോസ്കാൻ ഇസ് ജസ്റ്റ് ഗിവ്സ് യു എ വാല്യൂ. അതേസമയം ഇത് നമ്മൾ ലിവർ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ലിവറിൽ എന്തെങ്കിലും സിസ്റ്റുകൾ ഉണ്ടോ, അതിൻ്റെ ബ്ലഡ് ഫ്ലോ നോക്കാൻ പറ്റും, പോർട്ടൽ വെയിൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ 2Dയിലും കളറിലും ലിവറിനെ അസസ് ചെയ്യും. അത് കൂടാതെ ഈ ഇലാസ്റ്റോഗ്രാഫി. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് അസസ്മെന്റ് ഓഫ് ദ ലിവർ അനാറ്റമി ആൻഡ് ഫങ്ഷൻ. അപ്പോൾ ബേസിക്കലി ആരൊക്കെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാറ്റി ലിവറിന് സാധ്യതയുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് കേരളത്തില് എല്ലാവരും വരും. അപ്പൊ അത് ഈ അൾട്രാസൗണ്ടിന്റെ കൂടെ ഒരു അഡീഷണൽ ടെസ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. പേഷ്യന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമ്മൾ റെഗുലർ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞ് നമ്മുടെ ലിസ്റ്റ് വരുന്ന പലതും നമ്മളിപ്പോൾ റെഗുലർ ചെക്കപ്പ് നമ്മൾ ടേണിംഗ് 50. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സമയമാകുമ്പോഴേക്കും കുറേശ്ശെ നമ്മുടെ ഡയറ്റിനെ പറ്റി കൺസേൺ ഉണ്ടാവും, ഹെൽത്തിനെ പറ്റി കൺസേൺ ഉണ്ടാവും.
നമ്മൾ എക്സസൈസസ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ പിന്നെയും അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നതൊക്കെ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും. മേ ബി ഇറ്റ്സ് എ ലിറ്റിൽ ടു ലേറ്റ്. കുറച്ച് നേരത്തെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ബെറ്റർ ലേറ്റ് എന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇതിന്റെ ഈ പല പാക്കേജിങ് കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു ഐറ്റം നമ്മൾ പുതുതാണോ അറിയില്ല. അപ്പൊ മേ ബി ദാറ്റ്സ് വൈ ഇത് ഇങ്ങനെ ഒരു സാധനം പലതരം പറഞ്ഞു കേട്ടില്ലേ. LFT എന്നൊക്കെ നമ്മൾ പല LFT ബ്ലഡ് ആണ് ബ്ലഡില് അതിന്. പക്ഷെ അതിൽ അബ്നോർമൽ ആവുന്നതിന് മുമ്പാണ് ഇതില് ഡിറ്റക്ട് ചെയ്യാൻ ഏർലി ഡിറ്റക്ഷൻ ആണ്. അധികം സമയം ഒരു 5 മിനിറ്റ് ഉള്ള ടെസ്റ്റ് ആണ് ലിവർ ഇലാസ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോ ഇതെങ്ങനെയാ ഡയറ്റിൽ പിന്നെ നിങ്ങൾ സപ്പോസ് ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് മെയിൻലി മോഡിഫൈ ചെയ്യേണ്ടത് ഡയറ്റ് തന്നെയാണ്. ഡയറ്റില് കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുക, ഫാറ്റ് കണ്ടെയ്നിങ്. ദെൻ ഓഫ് കോഴ്സ് എക്സസൈസ്, വർക്കൗട്ട്സ്, വാക്കിംഗ്, എക്സസൈസ്, സ്വിമ്മിങ്, അതൊക്കെ ചെയ്യുന്നത് നമ്മൾ. പിന്നെ ഓഫ് കോഴ്സ് മറ്റേ ആൽക്കഹോൾ ഒഴിവാക്കുക, കൊഴുപ്പുള്ള ആഹാരങ്ങൾ, എണ്ണ കുറയ്ക്കുക, അതൊക്കെ. ഇത് ഒരിക്കൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറയുന്നു നോക്കാൻ നമുക്ക് ഇയർലി നോക്കിയാൽ മതിയോ. നോർമൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ അഷ്യൂർഡ്. അപ്പൊ പിന്നെ അങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 years ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ പിന്നെ ചെക്ക് ചെയ്താൽ പിന്നെ വേറെ. അപ്പൊ അങ്ങനെ ഈ ലിവറിന് പിന്നെ ഈ ഇപ്പൊ ആൽക്കഹോൾ ഇതുണ്ട്, ഫാറ്റ് ഉണ്ട്. പിന്നെ അത് കൂടാതെ വേറെ ഒരു ഇതാണ് ഇഡിയോപ്പതിക് ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. അതായത് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല, ഫെമിലിയൽ ആയിട്ടുള്ള ഇതുണ്ടാവാം. ചിലതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ഇഡിയോപ്പതിക് ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കും ഇത് ഇങ്ങനെ ഇടയ്ക്ക് സ്ക്രീൻ ചെയ്യുന്നത്. ഇഡിയോപ്പതിക് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല അതിന്റെ തുടക്കം. അതെ, അതായത് നമുക്ക് ഡോക്ടർമാർക്ക് എന്താണെന്ന് അറിയില്ല എന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഇഡിയോപ്പതിക് എന്ന് നമ്മളൊരു പേര് കൊടുക്കുന്നത്. അപ്പോ എന്തായാലും താങ്ക് യു ഡോക്ടർ. അപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ തിങ്ക് നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് നന്നായി മദ്യപിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ വരുന്നു എന്ന് പറഞ്ഞ സാധനമാണ്. മദ്യപിക്കാത്ത ടീറ്റോട്ടലേഴ്സിന് വരെ വരാവുന്ന ഒരു അസുഖമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമ്മൾ ലിവർ സേഫാണ്, നമ്മൾ മദ്യപിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ലിവർ സേഫാന്ന് വിചാരിക്കരുത്. വി ആർ സ്റ്റിൽ പ്രോൺ ടു സച്ച് കൈൻഡ് ഓഫ് ഡിസീസസ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. എത്രയും നേരത്തെ ഏത് അസുഖമായാലും നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യുന്നത് certainly നമ്മുടെ ആരോഗ്യത്തിനെ നന്നായി ഹെൽപ്പ് ചെയ്യും. നമുക്കത് റിക്കവറി ആണ് ചാൻസസ് ആർ മച്ച് മോർ. അപ്പോൾ അതുകൊണ്ട് ദയവീത് എല്ലാവരും പറ്റുന്ന സമയങ്ങളിൽ നമ്മുടെ ഡയറ്റ് അങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും പ്ലീസ് ഗോ അഹെഡ് ആൻഡ് ഡു ദിസ്. എന്ന ടെസ്റ്റിന്റെ പേര് ലിവർ ഇലാസ്റ്റോഗ്രഫി.